ഹരിപ്പാട് മണ്ഡലം. ഹരിപ്പാട് നമുക്കറിയാം, ആലപ്പുഴ ജില്ല മുഴുവൻ LDF ജയിച്ചാലും അവിടെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല ജയിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന പാറ്റേൺ. ഹരിപ്പാട് MLAക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ജനങ്ങൾ എത്ര മാർക്ക് ഇടുന്നു? 78.6. തകർപ്പൻ പ്രകടനമാണ്. റാങ്ക് 6 റാങ്ക് ഉണ്ട്. MLA എന്ന രീതിയിൽ സംസ്ഥാനത്തെ യുവ നേതാക്കന്മാർ അല്ലെങ്കിൽ പാൻ കേരള ലെവലിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ കണ്ടുപിടിക്കേണ്ട ഒരു നേതാവാണ് രമേശ്. ഹരിപ്പാട് വളരെ വളരെ പോപ്പുലർ ആണ്. ഹരിപ്പാട് മണ്ഡലം അങ്ങനെ UDFന്റെ മണ്ഡലമല്ല. TK ദേവകുമാർ ജയിക്കുക അവിടെ LDF വലിയ സ്വാധീനമുള്ള മണ്ഡലം. വലിയൊരു UDF ഇപ്പം നമുക്ക് പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മന് കിട്ടിയ മാർഗം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാർഗം നോക്കുമ്പോൾ പുതുപ്പള്ളി ഒരു UDF മണ്ഡലമാണ്. ഹരിപ്പാട് അങ്ങനെ ഒരു UDF മണ്ഡലമല്ല. അത് രമേശ് ചെന്നിത്തല വർക്ക് ചെയ്തു. അദ്ദേഹം വളരെ വളരെ സ്നേഹനിധിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ജനങ്ങളോട് ഇടപെടാൻ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. CPM-കാർക്ക് പോലും അദ്ദേഹത്തോട് രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്താണെങ്കിൽ പോലും അദ്ദേഹത്തോടൊരു ഈ പറയുന്നോട്ട് വലിയൊരു ദേഷ്യമോ അങ്ങനത്തെ പ്രകടനമൊന്നുമില്ല. വളരെ നന്നായി മണ്ഡലം ശ്രദ്ധിക്കുന്ന, മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന, എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റും. നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും പുള്ളിയെപ്പറ്റി എല്ലാവർക്കും വലിയ കാര്യമാണ് കേട്ടോ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോൾ LDF ജയിക്കണമെന്ന് പറയുന്ന ഒരു MLA അടിപൊളിയാണ്. രമേശ് ചെന്നിത്തലയാണ് ഹരിപ്പാടിനെ ഇത്രയാക്കിയത്. അദ്ദേഹത്തിന് അവകാശപ്പെട്ട, അദ്ദേഹം അർഹിക്കുന്ന മാർക്കും റാങ്കുമാണ്. അദ്ദേഹം നന്നായി മണ്ഡലം ശ്രദ്ധിച്ചതിന്റെ റിസൾട്ടാണ്. ഈ പറഞ്ഞതുപോലെ ഈ ഹരിപ്പാട് രമേശ് ചെന്നിത്തല മാറിയാൽ LDFന് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. 89 അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ച് ലോക്സഭയിൽ പോകുമ്പോൾ അവിടെ തൊട്ടടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ M മുരളിയെ പരാജയപ്പെടുത്തി നമ്മുടെ AV താമരാക്ഷൻ ജയിച്ച മണ്ഡലമാണ്, RSP ജയിച്ച മണ്ഡലമാണ്. അങ്ങനെ ഒരു LDF മണ്ഡലത്തിൽ ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ആ മണ്ഡലത്തിലുള്ള ബന്ധം, ആ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. റീസെന്റ് ആയിട്ട് TK ദേവകുമാർ ഒരു 2006 TK ദേവകുമാർ ജയിച്ച മണ്ഡലമാണ്. നമുക്ക് അതുകൊണ്ട് കണക്കുകളിലേക്ക് പോവാം. എന്താണ് കാത്തുവച്ചിരിക്കുന്നത് ഈ മണ്ഡലം എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. ഹരിപ്പാട് എന്ത് സംഭവിക്കും? രാഷ്ട്രീയ ചിത്രം വരട്ടെ. വലിയ മേൽക്കൈ 47.72, 14.87 ലീഡ്, 14.87 വലിയ 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 മുൻതൂക്കം രമേശ് ചെന്നിത്തലയ്ക്ക് ഹരിപ്പാട്. നിലവിലത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ ഈ സർവേയുടെ മൂഡ് പരിശോധിച്ചാൽ ഒരു അട്ടിമറി സാധ്യതയൊന്നും ഹരിപ്പാടില്ല. പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നു LDF ഇവിടെ മത്സരിപ്പിക്കാൻ പോകുന്നത് അവരെ CPയുടെ മണ്ഡലമാണ്, യുവജന നേതാവിനെയാണ്. അപ്പം ഒരു മത്സരം അവിടെ ഉണ്ടാവായിരിക്കും. അപ്പോൾ മണ്ഡലത്തിലെ സ്വഭാവം അനുസരിച്ച് ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള മണ്ഡലമാണ്. ഇപ്പോൾ മാറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ ആ പ്രദേശങ്ങൾ എടുത്താൽ വലിയ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ വലിയ സമരങ്ങൾ നടന്ന മണ്ഡലമാണ്. പിന്നെ അടിസ്ഥാന വർഗ്ഗങ്ങൾ, തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വളരെ ഒരു വർക്കിംഗ് ക്ലാസിന്റെ മണ്ഡലമാണ് ഹരിപ്പാട്. അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് LDFന് ഉണ്ടാവും. രമേശ് ചെന്നിത്തലയുടെ ഒരു കരിസ്മ പക്ഷേ ഇതിനൊക്കെ മുകളിലാണ്. അതെ, അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന ചെന്നിത്തല പ്രദേശത്തു നിന്നാണ്, നാട്ടുകാരൻ തന്നെയാണ്. മണ്ഡലം മാറി മത്സരിക്കുന്ന രീതിയില്ല. അപ്പം മണ്ഡലം ഒരുപക്ഷെ മത്സര സ്വഭാവം ഉറപ്പായിട്ടും ഉണ്ടാവാം. എങ്കിലും ഒരു എഡ്ജ് രമേശ് ചെന്നിത്തലയ്ക്ക് ഹരിപ്പാട് ഉണ്ട്. സർവേയിൽ വലിയ എഡ്ജ് ഉണ്ട്, സ്ഥാനാർത്ഥിയായിട്ടില്ല. അദ്ദേഹം 2011 വീണ്ടും അവിടെ മത്സരിക്കാൻ വന്നപ്പോൾ ഈ അവിടെ അന്നത്തെ പൊതുയോഗത്തിൽ അദ്ദേഹം വികാരാധീനനായി കരഞ്ഞതും, ബാബു പ്രസാദ് മാറി അതിനുശേഷം മത്സരിക്കാൻ വന്നപ്പോൾ വികാരാധീനെ കരഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്.